ഹായ് കൂട്ടുകാരെ. അപ്പൊ ഞാന് ഇന്നൊരു സംഭവം കാണിച്ചു തരാം. അതുകൊണ്ട് ഒരുത്തൻ കണ്ട കൂട്ടിൽ വീണ്ടും കുടുങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ? ആ എലിക്കണിയില് വീണ്ടും ഒരു എലി, പെരുച്ചാഴി. അപ്പോൾ നമ്മുടെ ആശാന്മാര് അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത് എന്താണ് സംഭവം എന്ന്. കണ്ടില്ലേ? കുറച്ചു നേരമായിട്ട് ആ പൂച്ച ആ എലിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്താണ് സംഭവം എന്ന് അവന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് എലിയാണോ, ഇനി വേറെ എന്തെങ്കിലും വലിയ ജീവിയാണോ എന്നാണ് നോക്കുന്നത്. പണ്ടൊക്കെ പൂച്ചയെ പേടിച്ച് എലികള് പരക്കം പാഞ്ഞോടും, അല്ലെങ്കിൽ എലിയെ പിടിച്ചിട്ട് പൂച്ച അങ്ങനെ ഞോണ്ടി ഞോണ്ടി കളിച്ചോണ്ടൊക്കെ. ഇപ്പൊ വേണ്ട, പേടിച്ച് മാറി ഇങ്ങനെ ചുമ്മാ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യട്ട്, എങ്ങനെ ചെയ്യട്ട്. ഇപ്പൊ തുറന്നു വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂച്ച പൂച്ചയുടെ വഴിക്കോടും, എലി എലിയുടെ വഴിക്കോടും. ഇങ്ങനെ നോക്കി അന്തം വിട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞോണ്ട്. അപ്പോ ഇവന്റെ കൂടെ ഇനി ഒരാളും കൂടെ ഉണ്ട്. അപ്പോ അവനെ കണ്ടില്ല. അപ്പൊ അവനെ ഞാൻ അവിടെയൊക്കെ തിരക്കി. ഇപ്പൊ വരുമെന്ന് തോന്നുന്നു. അപ്പൊ എലി അതിൻ്റെ അകത്ത് കിടന്ന് ഭയങ്കര, ഈ പൂച്ചയെ കണ്ടിട്ട് കിടന്ന് ഭയങ്കര ബഹളവും, ഭയങ്കര ബഹളം. അപ്പോ ഇതിന്റെ തലേ ദിവസം വേറൊരു എണ്ണത്തിനെ കിട്ടി എന്നെ കൊന്ന്. അതാ കേട്ടാ, വന്ന് കേട്ടാ. അപ്പൊ അവ ഇപ്പോഴാണ് കണ്ടത്. പതുക്കെ പതിയെ വരികയാണ്. ഇപ്പൊ അങ്ങ് പിടിച്ച് മലതി കളയെന്നും പറഞ്ഞിട്ട് വരികയാണ്. കണ്ടില്ലേ? വലിയ പൂച്ചകളെക്കാട്ടും സൈസ് ഉണ്ട് ആ പെരിച്ചാഴി. അപ്പൊ ആ പെരിച്ചാഴി ഇപ്പോഴും ബാക്കിൽ ഒരു പൂച്ച വന്നിരിക്കുന്നത് ഇപ്പോഴാണ് കണ്ടത്. മറ്റേ അതിന്റെ വാലില് തട്ടി കളിക്കുകയാണ്. വാല് വെളിയിൽ കിടക്കണോണ്ട് വാലില് പിടിക്കാൻ പറ്റും. അപ്പൊ വാലില് ചെറുതായിട്ടൊന്നും മറ്റേ തട്ടി കളിക്കുകയാണ് കേട്ടോ. മറ്റേ അപ്പർ സൈഡിൽ ചെന്നിട്ട് ഇപ്പൊ ഒരു ചീറ്റലുണ്ട്, നോക്കണേ. കണ്ട? ഇപ്പൊ പൂച്ചയെക്കാളും ചീറ്റി. അപ്പോ നമ്മളിപ്പോ പൂച്ചക്ക് കളിക്കാൻ വേണ്ടി അഴിച്ചു വിട്ടാലും അല്ല തുറന്നു വിട്ടാലും യവന്മാരെ അതിനെ കൊല്ലയൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവനെ കൊല്ലണം. ഇപ്പൊ കൊല്ലുന്ന വീഡിയോ ഒന്നും ഇടുന്നില്ല. എന്തായാലും ഇവനെ തുറന്നു വിടാൻ പറ്റത്തില്ല. ഇപ്പോ പഠിച്ച പടി 18 നോക്കിയിട്ട് രക്ഷയില്ല. അമ്മമാരെ കയ്യിൽ ഒതുങ്ങൂല. അങ്ങനെ ഇപ്പുറത്തേക്കിടെ നോക്കി അപ്പുറത്തേക്കിടെ നോക്കി മറ്റവൻ ചീറിക്കൊണ്ട് നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ പൂച്ചയുടെ അവസ്ഥ. കണ്ടോ? ചാടി പിടിക്കാൻ പോവുക. അത് ഓടി മാറിപ്പോയപ്പോ അതിനെ ചാടി പിടിക്കാൻ പോകും. മാക്സിമം കുറച്ചു നേരം കളിച്ചോണ്ടിരുന്ന് ഒരു എലി അങ്ങോട്ട് ചീറ്റും, പൂച്ച കൈയിട്ട് ഞോണ്ടും. മാക്സിമം കുറച്ച് അവരെ കളിച്ചിട്ട് അമര പാട്ടിന് പോയി. ഇതാണ് ഇപ്പോഴത്തെ പൂച്ചയുടെ എലിയുടെ അവസ്ഥ. അപ്പൊ അങ്ങനെ പൂച്ചയെ വളർത്തി എലിയെ പിടിക്കാന്നുള്ള ഒരു വിശ്വാസം, അങ്ങനെ വിശ്വസിച്ച് പൂച്ചയെ വളർത്തണ്ട. പൂച്ച എലിയൊക്കെ പിടിച്ച് മതിയായി. കണ്ടില്ലേ? അവന്മാര് മുഖത്തോട് മുഖം നോക്കി നിൽക്കണല്ലാതെ അവന്മാരെ ഫ്രണ്ടിൽ കൂടെ എലി പോയാലും ഒരു രക്ഷയില്ല. അപ്പൊ ഇതാണ്. കണ്ടില്ലേ? ഓക്കെ, ഗുഡ് ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.